നമുക്ക് അടുത്തതായിട്ട് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. സോ ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, ജസ്റ്റ് തിയറി ഒന്ന് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ സുഖമായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. സോ എന്താണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ? റേഷ്യോസ് നമുക്ക് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് എഴുതല്? ഫോർ എക്സാമ്പിൾ A:B ഒരു റേഷ്യോ ആണ്. നമുക്കൊരു വാല്യൂ ഇടാം, 1:2 എന്നൊരു വാല്യൂ ഇടാം. ഓക്കെ, ഈ 1:2 നമുക്ക് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു ഫ്രാക്ഷണൽ ഫോമിൽ നമുക്ക് എഴുതാം. ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. എ എന്ന് പറഞ്ഞ ആൾക്ക് 500 റുപ്പീസ് ഉണ്ട് വിചാരിച്ചു, ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് 1500 ഉണ്ട് വിചാരിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? A:B. നമുക്ക് A/B വെച്ച് കണ്ടുപിടിക്കാം, which is 500 by 1500, which is 5/15. നമ്മൾ ഫർദർ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് 1/3. ആ 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 1:3 എന്ന് എഴുതാം. സോ ഇതാണ് റേഷ്യോ. സോ നോട്ട് ചെയ്യേണ്ട കാര്യം, റേഷ്യോ എന്താണ്? റിയൽ വാല്യൂസ് അല്ല, ഒരു ക്വാണ്ടിറ്റിന്റെ റിയൽ വാല്യൂ അല്ല, ജസ്റ്റ് ഒരു റേഷ്യോ ആണ്. ഇപ്പൊ എന്റെ റിയൽ വാല്യൂ അല്ല 1, അത് ജസ്റ്റ് അതിന്റെ റേഷ്യോ ആണ് വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, നൗ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് തിയറി നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, there are 3 numbers 1, 2 and 3, or let's just say നിങ്ങൾക്ക് 3 നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ A:B എന്നുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, which is 1:2. B:C എന്നുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, which is 2:3. ഞാൻ 2 റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് ആ 2 റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം: A:B, B:C, 1:2, 2:3. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു A:B:C കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം? സിമ്പിൾ. ആദ്യം 1:2 ചെയ്യാം. 1:2 ചെയ്താൽ 2 കിട്ടി. ഇനി അതേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കിട്ടി. ഇനി 2:3 ചെയ്യാം and you will get 6. Sorry, 2:2 4 ആണ്. 4, 2:3 6. സോ ഇതാണ് A:B:C എന്നുള്ളൊരു വാല്യൂ. ഓക്കെ, now let's just say ഞാൻ ഒരു ലെറ്ററും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, which is C:D, and it is 4:5. നിർബന്ധമല്ല റേഷ്യോ എടുക്കുമ്പോൾ ഈ ഇവിടെ 1:2 B:2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം. ദിസ് ഇസ് ജസ്റ്റ് ആ റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു A and B. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ അത് മാറ്റാം, നമുക്ക് എന്തിടാം? ഒരു 4 ഇടാം. നമുക്ക് C അതെന്ത് വേണേ ആവാം, സിയും 4 ആവാം. നമുക്ക് തൽക്കാലം C:Dന് എന്ത് കൊടുക്കാം? 5:6 കൊടുക്കാം. Now we have 3 ratios and 4 unknown quantities. ഇനി നമുക്ക് എങ്ങനെയായിരിക്കും A:B:C:D കണ്ടുപിടിക്കാന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യം നമുക്ക് A കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ജസ്റ്റ് 1:4, 4:5. because 1:4 is 4, 4:5 is 20. ഇനി നമുക്ക് A കണ്ടുപിടിച്ച് ഇനി D കണ്ടുപിടിക്കാം. D is just 2:3 6,
6 into 6 36. ഇനി നടുവിൽ രണ്ട് നമ്പർ ഉണ്ട് ബിയും സിയും. ബിയും സിയും കണ്ടുപിടിക്കാൻ ആദ്യം ഈ രണ്ട് ഡയഗണൽസ് നോക്കാം. ഏത് രണ്ട് ഡയഗണൽസ് ആണ്? ഇതാ 5ഉം 2ഉം. എന്നിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റുവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. ആ 10നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ 40 കിട്ടും. ആ 40 ആണ് നിങ്ങളുടെ ബി. ഇനി 10ഉം 3 ഇതാ 30 കിട്ടും. നമുക്ക് എ ഇസ് ടു ബി ഇസ് ടു സി ഇസ് ടു ഡി കിട്ടിയിരിക്കണം. നമുക്കിത് റെഡ്യൂസ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 10 40 10 40ന്ന് 2 പോയാൽ 20 15 and 18. Further reduction is not possible. So ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. സോ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് റേഷ്യോസിൻ്റെ കളി. ഇതാണ് നിങ്ങളുടെ അവൈലബിൾ തിയറി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിന് വന്ന ചോദ്യമായിരുന്നു. Two numbers are in the ratio 3:5. Two numbers are in the ratio 3:5. If 9 is subtracted from each of the numbers, the ratio becomes 12:23. Find the smaller of the two numbers. അപ്പോൾ നമുക്ക് തന്നത് എന്താണ്? രണ്ട് നമ്പർ ഉണ്ട് അല്ലെ, അത് എ ആൻഡ് ബി ആയിക്കോട്ടെ. അതിൻ്റെ റേഷ്യോ എന്നത് 3:5 ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് 3:5 എന്ന് പറയുന്നത് റേഷ്യോ ആണ്, എയും ബിൻ്റെ വാല്യൂസ് അല്ല. ഇനി നിങ്ങൾക്ക് വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊരു യൂണിറ്റ് ആക്കി കൺസിഡർ ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യുക? എക്സ് ഇട്ട് കൊടുക്കുക. 3x/5x എന്ന് എടുക്കുക. നമുക്ക് തന്ന ബാക്കി ചോദ്യത്തിൽ ഇഫ് 9 is subtracted from each of the numbers, ഇത് ആദ്യം ഫ്രാക്ഷണൽ ഫോമിൽ ചെയ്താൽ 3x/5x. എന്നിട്ട് ഇഫ് 9 is subtracted from each of the number, ഈച്ച് നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്യുന്നു, രണ്ടിൽ നിന്നും 9 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പം എന്ത് കിട്ടി? ദ റേഷ്യോ ബിക്കംസ് 12:23 or 12/23. ഇനി നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 23 into 3x minus 9 equals 12 into 5x minus 9. 2023 9 69 minus 3 9s are 7, 2 and it is 18, 207. 12 5s are 60x minus 12 9s are 108. So x terms മൊത്തം കൂടെ ഉണ്ടോ? 69x minus 60x equal to 207 minus 108. 9x equal to 99. ഇത് 207 minus 108 is 99. So x equal to 99 divided by 9 which is 11. സോ നമുക്ക് ഈ എക്സ് എന്താന്ന് കിട്ടി. ഇനി ഈ എക്സ് വെച്ച് നമുക്ക് എയും ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? 3 into 11 is 33. So 5 into 11 is 55. സോ നമുക്ക് എയും ബിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് വിച്ച് ഇസ് ദിസ്. സോ എം ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒരു എക്സ് ഇട്ട് കൊടുക്കുക, ബാക്കി നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതാണ്, ഫൈൻഡ് ദ സ്മോളർ ഓഫ് ദ ടു നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സ് സ്മോളർ ഏതാണ്? 33 ആണ്. സോ ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ആൻഡ് ഇതിലത്തെ തിയറി ആണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അത് ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരാം. സോ താങ്ക് യു.